എന്താ ആപ്പിള്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവരും അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കുന്നൊരു തിരക്കിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഈസി മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു 4 മാങ്ങ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ തോലോട് കൂടിയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ അതിലൊരു ചെനച്ച മാങ്ങ കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാറിന് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ മധുരം പഞ്ചസാര ഇടുന്നതിന് പകരം ഒരു ചെനച്ച മാങ്ങ എടുത്താൽ മതി. അത് എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയാണ്. അതിൽ തന്നെ കുറച്ച് ഇഞ്ചി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടും ബാക്കി കുറച്ച് അരിയാതെ മാറ്റിയും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇത് നമുക്കതിൽ കടുക് മൂപ്പിക്കുമ്പോൾ ചേർക്കാനുള്ളതാണ്. അരിയാതെ വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. ഇതുപോലെ ഒരു ചതഞ്ഞ പരുവത്തിലുള്ള പേസ്റ്റ് മതിയേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 3 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി, പിന്നെ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ്. ഓരോ ടേബിൾ സ്പൂണാണ് ഉലുവയും കടുകും എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ നമ്മളെ അച്ചാറിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് നമ്മൾ അച്ചാർ പൊടിയിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടി കൂടെയാണ്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി വെച്ച് ചട്ടി നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം. നല്ലെണ്ണ ആകുമ്പോൾ നമ്മൾ അച്ചാർ കുറേ നാൾ കേടുകൂടാതിരിക്കും. പിന്നെ അച്ചാറിലെല്ലാവരും നല്ലെണ്ണയാണ് ചേർക്കുക, അതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റും കൂടുതലുള്ളത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതാണ് നമ്മൾ ചേർക്കുന്നത്. പേസ്റ്റാക്കിയത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെ മൂക്കുന്നതിലാണ് നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കുറച്ചധികം നേരം തന്നെ മൂപ്പിച്ചെടുക്കണേ. ഇനി ഇത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായി മൂപ്പിക്കണം. നമ്മൾ എത്ര നന്നായി മൂപ്പിക്കുന്നു അതിനനുസരിച്ച് നമ്മളുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ചേർത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി മൂപ്പിക്കണ്ട, ചിലപ്പോൾ കരിഞ്ഞു പോകും കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റൗ ഒന്ന് സിമ്മിലിട്ടിട്ട് വേണേൽ നിങ്ങൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ട്, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, ഇതൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതാണല്ലോ, അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉലുവയും കടുകും കൂടെ പൊടിച്ചത് അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ അതൊന്ന് ഇളക്കാനും കൂടെ ഓർക്കണേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർക്കാം കേട്ടോ. വിനാഗിരി അരക്കുപ്പിയോളം ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ എത്ര കാലത്തേക്കാണോ നിങ്ങൾ ഇടുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ വിനാഗിരി ഇച്ചിരി കൂട്ടുന്നതാണ് കേട്ടോ നല്ലത്. അതുപോലെ നിങ്ങൾക്ക് അച്ചാറിന് കുറച്ചും കൂടെ ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ചൊഴിക്കുകയോ അതല്ലെങ്കിൽ കുറച്ചും കൂടെ വിനാഗിരി ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ചാറ് അത്ര ഇഷ്ടമല്ല, കുറച്ച് കുറുകിയ ടൈപ്പാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് ചൂടായി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് വേറെ ചേർത്തിട്ടില്ല. ഇനി ഇതിൽ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണോ നോക്കിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഉപ്പ് തിരുമ്മി മാങ്ങ വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളിതിൽ വേറെ ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നമ്മുടെ മാങ്ങ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒത്തിരി ചൂടാക്കണ്ട, ചൂടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ മാങ്ങ വെന്ത് പോവും. ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ എരിവും പുളിയും ഉപ്പും ഒക്കെ അതിലേക്ക് ആ പൊടികളൊക്കെ ഒന്ന് ചേർന്ന് അതൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയേ. ഈ സമയത്ത് നിങ്ങൾക്ക് ഇനി ഉപ്പൊക്കെ കുറച്ച് കുറവാണ്, പുളി കുറവാണെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വിനാഗിരിയോ അല്ലെങ്കിൽ അതിലേക്ക് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്ത് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാർ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ ബൈ.